അലക്കാനുള്ള തുണിക്കെട്ട് വാരിയെടുത്തുകൊണ്ട് ചിരിത കുളത്തിനരികിലേക്ക് നടന്നു. ദേവസുന്ദരിയുടെ അണിവയറിലെ ആഴമുള്ള പൊക്കിൾച്ചുഴി പോലെ തോന്നിക്കുന്ന നിറഞ്ഞു കിടക്കുന്ന കുളത്തിനരികിലേക്ക് തുണിക്കെട്ട് വെച്ച് ചിരിത ദീർഘനിശ്വാസം എടുത്തു. കരക്കാരുടെ എല്ലാം തുണി അലക്കി കൊടുത്താൽ കിട്ടുന്നത് അന്നന്നത്തെ അന്നത്തിന് പോലും തികയാതെയായി. കെട്ടിയോൻ കുമാരൻ ഉപേക്ഷിച്ചു പോയതോടെ ഏക മകളും താനുമുള്ള കുടിലിൽ വല്ലതും വെച്ചുണ്ടാക്കണമെങ്കിൽ ഈ ഒരു പണിയെ തനിക്കറിയൂ. അരബ്ലൗസും മുണ്ടുമുടുത്ത 40കാരിയാണ് ചിരിത. മൂന്നായി മടക്കു വീണ ഒട്ടിയ വയർ പട്ടിണിയെ വിളിച്ചോതുന്നുണ്ടായിരുന്നു. കട്ടി കുറഞ്ഞ് എണ്ണമയം പുരളാത്ത മുടി ഉരുട്ടി കെട്ടി വെച്ചിട്ടുണ്ട്. എങ്കിലും മുഖത്ത് നിഷ്കളങ്കത നിറഞ്ഞിട്ടുണ്ട്. ചിരിത അലക്കി തുടങ്ങിയപ്പോഴേക്കും ചിരിതയുടെ ഏക മകൾ സീത ഓടിയെത്തി. അമ്മ കഷ്ടപ്പെടുന്നത് അവൾക്ക് എന്നും വേദനയായിരുന്നു. ചിരിതയെ സഹായിക്കാൻ അവൾ എപ്പോഴും മുന്നിൽ തന്നെ ഉണ്ടാകും. പാവാടത്തുമ്പ് അല്പം എടുത്തുയർത്തി കുത്തി അവൾ തുണി അലക്കുവാൻ തുടങ്ങി. ചിരിത വാത്സല്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. തന്നെ ഉപേക്ഷിച്ചു പോയ കുമാരനോട് തനിക്കൊരിക്കലും വെറുപ്പ് തോന്നിയിട്ടില്ല. ഈ പൊന്നുംകുടത്തിനെ തനിക്ക് തന്നിട്ടല്ലേ അയാൾ പോയത്. തൻ്റെ സീതക്കുട്ടി, അവളാണ് തൻ്റെ ലോകം. ചിരിത അവളെ കണ്ണിമയ്ക്കാതെ നോക്കിയിരുന്നു. 18 വയസ്സായിരിക്കുന്നു തൻ്റെ മോൾക്ക്. ഇനിയും കുട്ടിത്തം ബാക്കി നിൽക്കുന്ന മുഖം, കടലലകളെ ഓർമ്മിപ്പിക്കുന്ന നീണ്ട ഇരുണ്ട മുടി, തിളങ്ങുന്ന വട്ട കണ്ണുകൾ, ചുവന്ന അതരങ്ങൾ, വിടർത്തുമ്പോൾ നിരയൊത്ത പല്ലുകൾ, താരുണ്യം നിറഞ്ഞ ഉടൽ, എടുത്തുകുത്തിയ പാവാടത്തുമ്പിന് താഴെ ചുവപ്പു പടർന്ന മൃദുലമായ പാദങ്ങൾ. സീത എല്ലാവർക്കും പ്രിയപ്പെട്ടവളാണ്. ആരെയും സഹായിക്കാൻ അവൾക്കൊരു മടിയുമില്ല. ആഹാ, ഇന്ന് മോളും കൂടിയോ അമ്മയെ സഹായിക്കാൻ? ഉറക്കെയുള്ള ചോദ്യം കേട്ട് അവർ തിരിഞ്ഞു നോക്കി. അടുത്ത വീട്ടിലെ പൊന്നമ്മ ചേച്ചിയാണ്. വെറ്റില കറപുരണ്ട പല്ലുകൾ കാട്ടി നിറഞ്ഞ ചിരിയോടെ അവർ കുളത്തിനരികിൽ ഇരുന്നു. ചിരുതേ, നീ അറിഞ്ഞോ? വലിയ കോവിലകത്തെ ഉണ്ണി വന്നിട്ടുണ്ട്. നിന്നോട് അത്രടം വരെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം. അവിടുത്തെ തുണി അലക്കി കൊടുത്തിരുന്ന ജാനകി ഇപ്പോൾ വരുന്നില്ല. ഈ കരക്കാരുടെ എല്ലാം തുണി അലക്കി കിട്ടുന്നതിനേക്കാൾ അധികം കൂലി അദ്ദേഹം തരും. അത്രയ്ക്ക് നല്ലവനാണ്. ആണോ? ജാനകി ചേച്ചി എന്താ ഇപ്പോൾ പോവാത്തേ? അതാ ജാനകിയുടെ മോൾക്ക് എന്തോ അസുഖമാണെന്ന്. അതുകൊണ്ട് ജാനകി ഇപ്പോൾ ചെല്ലുന്നില്ല. അതുകൊണ്ടാ നിന്നോട് ചെല്ലാൻ പറഞ്ഞത്. അല്ലേലും ഇപ്പോൾ അധികം ആളുകളൊന്നും തുണി അലക്കാൻ തരുന്നില്ല. ഉണ്ണി മനസ്സിലുള്ളവനാണ്. 5 or 10 കൂടുതൽ എല്ലാവർക്കും കൊടുക്കൂ. ഇനി മറ്റെവിടെ നിന്നും തുണി എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഉണ്ണിയുടെ വീട്ടിലെ തുണി എടുക്കാൻ അലക്കുകാരികൾക്കിടയിൽ പോലും മത്സരമാണ്. കൂലിക്ക് പുറമെ തൊടിയിലെ നാളികേരമോ മത്തങ്ങയോ അങ്ങനെ പലതും അയാൾ ജോലിക്കാർക്ക് കൊടുക്കാറുണ്ട്. ആ ഗ്രാമത്തിലെ ഏറ്റവും പണക്കാരനാണ് ഉണ്ണി. അത്ര പ്രായമൊന്നും അയാൾക്ക് ഇല്ലെങ്കിലും ആ നാട്ടിൽ നിന്നും ആദ്യമായി വിദേശത്ത് പോയി പഠിച്ച് ജോലി നേടിയ ആളാണ്. മഹാദേവൻ തമ്പുരാന്റെയും സാവിത്രി തമ്പുരാട്ടിയുടെയും ഏക മകനാണ് ഉണ്ണി. മഹാദേവൻ തമ്പുരാനും സാവിത്രി തമ്പുരാട്ടിയും വെള്ളം മറിഞ്ഞ് മരിച്ചത് അറിഞ്ഞ് വിദേശവാസം മതിയാക്കി തിരിച്ചു പോരുകയായിരുന്നു ഉണ്ണി. അല്ലെങ്കിൽ തന്നെ ഈ കണ്ട സ്ഥലമെല്ലാം ഉള്ളപ്പോൾ അന്യനാട്ടിൽ കിടന്ന് കഷ്ടപ്പെടേണ്ട കാര്യമില്ലല്ലോ. 10-20 പണിക്കാർ നിത്യവും പണിയെടുക്കുന്ന പൊന്നു വിളയുന്ന മണ്ണല്ലേ ഇത്. നാളെ മുതൽ ഞാൻ പൊക്കോളാം ചേച്ചി, ചിരിത പറഞ്ഞു. അലക്ക് കഴിഞ്ഞ് തുണികളുമായി ചിരിതയും സീതയും വീട്ടിലേക്ക് നടന്നു. രാത്രിയിൽ അമ്മയോട് ചേർന്നിരിക്കുമ്പോൾ സീതക്കുട്ടിക്ക് തോന്നും ദൈവം വല്ലാത്ത ക്രൂരനാണെന്ന്. താൻ പിറന്നതോടെ അമ്മയെ ഉപേക്ഷിച്ചു പോയ അച്ഛൻ എന്ന ആ മനുഷ്യനോട് സീതയ്ക്ക് അപ്പോൾ വല്ലാത്ത വെറുപ്പ് തോന്നും. സീതക്കുട്ടി നേരത്തെ എഴുന്നേറ്റ് മുറ്റം അടിച്ചുവാരി വൃത്തിയാക്കി. പുലരിക്ക് എന്തൊരു ചന്തമാണ്. മഴയിൽ നീരാട്ട് കഴിഞ്ഞപ്പോൾ പുതുവസ്ത്രമണിഞ്ഞ സുന്ദരി പെണ്ണിനെ പോലെ പ്രകൃതി അതിമനോഹരിയായി ആയിരിക്കുന്നു. കറുകറുത്ത മേഘപാളികൾക്കിടയിലൂടെ ഒളിക്കണ്ണിട്ട് നോക്കി ആ സൗന്ദര്യം ആസ്വദിക്കുന്ന സൂര്യൻ. നേർത്ത കാറ്റിൽ ഇലത്തുമ്പിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന മഴത്തുള്ളികൾ മണ്ണിലേക്കിറ്റു വീഴുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ മഴ പെയ്തൊഴിഞ്ഞാൽ പ്രകൃതി വർണ്ണിക്കാൻ ആവാത്ത വിധം വശ്യമനോഹരമാണ്. രാവിലെ ചിരിത അലക്കാനുള്ള തുണിയെടുക്കാനായി പോകുമ്പോൾ സീതക്കുട്ടി പശുവിനെ മേയ്ക്കാനും ഇറങ്ങും. കൂടെ മറ്റൊന്നു കൂടിയുണ്ട്, പാടത്ത് പണിയെടുക്കുന്ന ദിവാകരനെ കാണുക. അയാൾ പാടവരമ്പത്ത് ഉണ്ണാനിരിക്കുന്ന സമയത്താണ് അവൾ പശുവിനെ തിരിച്ചു കൊണ്ടുവരുന്നത്. ഒരിക്കൽ പോലും തന്നെ ശ്രദ്ധിക്കാതെ ഇരിക്കുന്ന ആ ഗൗരവക്കാരനോട് അവൾക്കെപ്പോഴും ഇഷ്ടം തോന്നി തുടങ്ങിയിരുന്നു. ചേറ് പുരണ്ട തോർത്തെടുത്ത് അയാൾ പാടത്തിന്റെ കരയിൽ ഇരിക്കുന്ന നേരം അവൾ ഒളികണ്ണിട്ട് അയാളെ നോക്കാറുണ്ട്. രോമവൃതമായ നെഞ്ചിൽ ചെളിതെറിച്ചിരിപ്പുണ്ടാവും. തന്നെ ഒന്ന് നോക്കാറു പോലുമില്ല. ഗൗരവം നിറഞ്ഞ ആ മുഖത്ത് ഒരു ചിരി വരുന്നത് താൻ ഇതുവരെ കണ്ടിട്ടില്ല. എന്നാലും കൂട്ടുകാരോടൊത്ത് സംസാരിക്കുമ്പോൾ ഗാംഭീര്യം നിറഞ്ഞ ആ സ്വരം കേട്ട് താൻ കോരി തരിച്ചിട്ടുണ്ട്.
എങ്കിലും അവൾ ഒരിക്കലും അയാളുടെ മുന്നിലേക്ക് ചെന്നിട്ടില്ല. ദൂരെ നിന്ന് മാത്രം ആരും അറിയാതെ സ്നേഹിക്കാനായിരുന്നു അവൾക്കിഷ്ടം. അന്ന് നേരം വൈകിയാണ് ചിരിത വന്നത്. ചിരിത അന്ന് പതിവിലും സന്തോഷവതിയായിരുന്നു. ഇന്ന് ഉണ്ണി കൂലി കൂടുതൽ തന്നു മോളെ. നമ്മുടെ ദാരിദ്ര്യം അദ്ദേഹത്തിന് അറിയാം. അടുക്കളക്കാരി മറിയമ്മ ചേട്ടത്തിക്ക് എത്ര നാളികേരമാണ് അദ്ദേഹം കൊടുത്തതെന്നോ. എല്ലാവർക്കും അദ്ദേഹത്തെക്കുറിച്ച് നല്ലതേ പറയാനുള്ളൂ. പിന്നെ ജാനകിയുടെ മോളുടെ കണ്ണ് ഓപ്പറേഷന് ചെയ്യാനുള്ള പണം കൊടുത്തത് ഉണ്ണിയാണ്. സ്നേഹം കൊണ്ട് ചിരിതയുടെ കണ്ണുകൾ നിറഞ്ഞു. മോളെ ഇത്തിരി വെള്ളം ചൂടാക്കി വെക്ക്, ഒന്ന് കുളിക്കട്ടെ. ശരി അമ്മേ. സീത അകത്തേക്ക് നടന്നു. ആ പിന്നെ മോളെ ഉണ്ണി പറഞ്ഞിട്ടുണ്ട്, പത്തായത്തിൽ കുറെ പഴയ നെല്ലിരിപ്പുണ്ടത്രേ. നമ്മളോട് എടുത്തോളാൻ പറഞ്ഞു. മഴക്കാലം പട്ടിണിയില്ലാതെ നമുക്ക് കഴിഞ്ഞുകൂടാം. നാളെ മോളും കൂടി വരണം. നമുക്ക് 2 പേർക്കും കൂടി അത് എടുത്തുകൊണ്ട് വരണം. അതിനെന്താ അമ്മേ, ഞാനും വരാം, സീത പറഞ്ഞു. പിറ്റേന്ന് പത്തായപ്പുരയിൽ നിന്നും നെല്ലെടുത്തുകൊണ്ട് വരുമ്പോഴാണ് സീത ഉണ്ണിയെ ആദ്യമായി കാണുന്നത്. ക്ലീൻ ഷേവ് ചെയ്ത് തുടുത്ത മുഖം, ശാന്തത നിറഞ്ഞ മുഖം, കരുണ വഴിഞ്ഞൊഴുകുന്ന മിഴികൾ, നല്ല ഉയരവും അതിനൊത്ത വണ്ണവുമുള്ള സുന്ദരൻ. അവൾ അദ്ദേഹത്തെ കണ്ട് ഭവ്യതയോടെ മാറി നിന്നു. ചിരിതയുടെ മോളാണോ? അദ്ദേഹം ചോദിച്ചു. അതെ. പേരെന്താണ്? സീത, അവൾ പതിയെ പറഞ്ഞു. പോക്കുവയിൽ അവളുടെ മുഖത്ത് പതിക്കുമ്പോൾ വാടിയ ചെന്താമരപ്പൂ പോലെയാണെന്ന് അയാൾക്ക് തോന്നി. നാസിക തുമ്പിൽ നേർത്ത വിയർപ്പുമണികൾ വൈഡൂര്യം പോലെ തിളങ്ങുന്നു. ചുമടുമായി നിൽക്കണ്ട, പൊയ്ക്കോളൂ, അയാൾ പറഞ്ഞു. ഇക്കൊല്ലം മഴക്കാലം നമുക്ക് പട്ടിണി ഉണ്ടാവില്ല. എല്ലാം ഇവിടുത്തെ ദയ, ചിരിത സന്തോഷത്തോടെ പറഞ്ഞു. വേഗം നടക്കമ്മേ, ഇന്ന് എനിക്കൊന്ന് അമ്പലത്തിൽ പോണം. കുറേ ദിവസമായി തൊഴുതിട്ട്, സീത പറഞ്ഞു. വീട്ടിലെത്തി. വേഗം കുളിച്ചു വന്നപ്പോഴേക്കും നേരെ 6 മണിയോടടുത്തിരുന്നു. അമ്പലത്തിൽ ആളുകൾ എത്തി തുടങ്ങിയതേയുള്ളൂ. അവൾ തൊഴുകൈകളോടെ നിന്നു. എന്നും വിഷമങ്ങൾ മാത്രമുള്ള തൻ്റെ അമ്മയുടെ കണ്ണുകൾ ഇനിയെങ്കിലും നിറയരുതെന്ന ഒറ്റ പ്രാർത്ഥന മാത്രമേ അവൾക്കുണ്ടായിരുന്നുള്ളൂ. എന്താ ഇത്രയ്ക്ക് പ്രാർത്ഥിക്കാൻ? തൊട്ടടുത്ത് പതിഞ്ഞ ഒച്ച കേട്ട് അവൾ നോക്കി. ദിവാകരനാണ്. അവൾ അയാളെ അതിശയത്തോടെ നോക്കി. ആദ്യമായാണ് അയാൾ തന്നോട് മിണ്ടുന്നത്. അവൾക്ക് ലേശം പരിഭ്രമം തോന്നി. ഇന്നുച്ചയ്ക്ക് സീതയെ കണ്ടില്ലല്ലോ. അവൾ പതിയെ മൂളി. അതെ, ഈ പെണ്ണിന്റെ കാലുകളിൽ ഇടാൻ ഞാനൊരു ജോഡി പാദസരം വാങ്ങി വെച്ചിട്ടുണ്ട്. ഞാൻ വരുന്നുണ്ട്. നാളെ തൻ്റെ അമ്മയോട് തന്നെ എനിക്ക് തരുമോ എന്ന് ചോദിക്കാൻ, അയാൾ പറഞ്ഞു. അവൾ അതിശയത്തോടെ അയാളെ നോക്കി. എനിക്കറിയാം, എന്നെ കാണാൻ വേണ്ടിയാണ് ഉച്ച കഴിഞ്ഞ് ആ വഴി വരുന്നതെന്ന്. ഞാൻ കാണാറുണ്ട് എന്നെ ഒളിഞ്ഞു നോക്കുന്നത്, അയാൾ ചിരിയോടെ പറഞ്ഞു. അവൾ ചമ്മലോടെ അയാളെ നോക്കി. അവളുടെ മുഖത്ത് നാണം വിരിയുന്നത് നോക്കി അയാൾ പുഞ്ചിരിച്ചു. ചുറ്റുവിളക്കിന്റെ വെളിച്ചത്തിൽ അവൾ ഒരു ദേവതയാണെന്ന് അയാൾക്ക് തോന്നി. 2 ദിവസങ്ങൾക്ക് ശേഷം ചിരിത പശുവിനെ തൊഴുത്തിലേക്ക് മാറ്റിക്കെട്ടിക്കൊണ്ടിരുന്നപ്പോഴാണ് ഉണ്ണി കടന്നു വരുന്നത്. അയ്യോ, ഞങ്ങളുടെ കുടിലിലേക്ക് വരുന്നോ? ഈശ്വരാ, ചിരിത അത്ഭുതവും ആശ്ചര്യം നിറഞ്ഞ മുഖത്തോടെ പറഞ്ഞു. ചാണകം മെഴുകിയ തറയിലെ പഴയ നിറമങ്ങിയ കസേര തോളിലെ തുവർത്തുകൊണ്ട് തുടച്ച് അവർ അയാളോട് ഇരിക്കാൻ പറഞ്ഞു. അയാൾ ചെന്നതറിഞ്ഞ് അയൽവക്കത്തുള്ളവരും അങ്ങോട്ട് ചെന്നു. അവിടുത്തെ ആൾക്കാർക്കെല്ലാം അയാൾ ദൈവത്തെ പോലെയാണ്. ഞാനൊരു കാര്യം ചോദിക്കാനാണ് വന്നത്. സീതക്കുട്ടിയെ എനിക്ക് വിവാഹം ചെയ്ത് തരുമോ? ആ വലിയ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കാണ്. സീതയെ കണ്ടപ്പോൾ എനിക്ക് യോജിച്ച ആളാണെന്ന് തോന്നി. ചിരിതയ്ക്ക് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. ഭാഗ്യം പടിവാതിലിൽ വന്ന് നിൽക്കുകയാണ്. എല്ലാം തൻ്റെ മോളുടെ ഭാഗ്യം. നല്ല കുടുംബത്തിൽ നിന്നും അതിസുന്ദരിയായ പെൺകുട്ടിയെ കിട്ടുമായിരുന്നിട്ടും അദ്ദേഹം അതൊന്നും നോക്കിയില്ലല്ലോ. സീത ഭാഗ്യവതിയാണെന്ന് കൂടി നിന്ന പെണ്ണുങ്ങൾ പറഞ്ഞു. ചിലർ അവളെ അസൂയയോടെ നോക്കി. ചിരിത നിറഞ്ഞ കണ്ണുകളോടെ അപ്പോഴും തൊഴുകൈകളുമായി നിൽക്കുന്നുണ്ടായിരുന്നു. തന്നെ ഇത്രനാൾ വാത്സല്യത്തോടെ നോക്കിക്കൊണ്ടിരുന്നവരുടെ കണ്ണുകളിൽ ഇപ്പോൾ വിധേയത്വം നിറഞ്ഞു നിൽക്കുന്നത് കണ്ട് സീതയ്ക്ക് വല്ലായ്മ തോന്നി. അടുത്ത് തന്നെ നല്ലൊരു ദിവസം നോക്കി ഇത് നമുക്ക് ആഘോഷമാക്കണം. പുരുഷന്മാർ മുന്നോട്ട് വന്നതോടുകൂടി അവിടെ ഉത്സവത്തിനുള്ള പ്രതീതിയായി. നിറഞ്ഞ ചിരിയോടെ ഉണ്ണി സീതക്കുട്ടിയെ ഇടം കണ്ണിട്ട് നോക്കി. അവൾ മറ്റേതോ ലോകത്തെന്ന വണ്ണം ആലോചിച്ച് നിൽക്കുകയാണ്. അയാളുടെ നോട്ടം കണ്ടിട്ട് അവൾ വേഗം അകത്തേക്ക് നടന്നു. പിന്നാലെ അവൾക്കരികിൽ എത്തിയ ചിരിത അവളെ മുറുക്കെ കെട്ടുപിടിച്ചു. എൻ്റെ മോളുടെ ഭാഗ്യം തെളിഞ്ഞു, അവർ അതിയായ സന്തോഷത്തോടെ പറഞ്ഞു. എനിക്ക് സമ്മതമല്ല അമ്മേ. എൻ്റെ മനസ്സിൽ എന്നേ ദിവാകരൻ എന്ന മനുഷ്യൻ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. ചിരിത പേടിയോടെ അവളുടെ വായ പൊത്തിപ്പിടിച്ചു. മോളെ, ഇതെന്തൊക്കെയാ ഈ പറയുന്നത്? ഇദ്ദേഹത്തിന്റെ സഹായം മേടിക്കാത്ത ഒരാൾ പോലും ഈ നാട്ടിലില്ല. ഇത് നാട്ടുകാർ അറിഞ്ഞാൽ അവർ നമ്മെ ഒറ്റപ്പെടുത്തും. കല്ലെറിഞ്ഞു കൊല്ലാൻ പോലും മടിക്കില്ല. ആരുമില്ലാത്തവരാണ് നമ്മൾ, അത് മറക്കരുത്, ഒരു താക്കീത് പോലെ ചിരിത പറഞ്ഞു.
സീതയ്ക്ക് ദിവാകരനെ കാണണമെന്ന് തോന്നി. മകൾക്ക് വന്ന സൗഭാഗ്യത്തെക്കുറിച്ച് ഓർത്ത് സന്തോഷത്തോടെ ഇരിക്കുന്ന തൻ്റെ അമ്മയോട് ഇനിയും ദിവാകരനെക്കുറിച്ച് പറയാൻ അവൾക്ക് ധൈര്യം തോന്നിയില്ല. ഉണ്ണിയെ ധിക്കരിച്ചാൽ ഈ നാട്ടിൽ ജീവിക്കാൻ തന്നെ കഴിഞ്ഞെന്ന് വരില്ല. അവളുടെ ഉള്ളം വല്ലാതെ പിടയുകയായിരുന്നു. എല്ലാത്തിൽ നിന്നും ഓടി ഒളിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. പലവട്ടം അവൾ ദിവാകരനെ കാണാൻ ശ്രമിച്ചിട്ടും അയാൾ അവളെ ശ്രദ്ധിച്ചതേ ഇല്ല. അതവളെ ദുഃഖത്തിലാഴ്ത്തി. അവളുടെ ചെറിയ വീടിന് മുന്നിൽ കൂറ്റൻ പന്തലായിരുന്നു ഉയർന്നത്. വിവാഹത്തിന് 2 നാൾ മുന്നേ അവൾക്കുള്ള സ്വർണ്ണാഭരണങ്ങളും ചെഞ്ചോര ചുവപ്പിൽ സ്വർണ്ണ കസവ് തുന്നിയ പട്ടുസാരിയും എത്തി. അയൽവാസികൾ അത്ഭുതം നിറഞ്ഞ കണ്ണുകളോടെ ആഭരണങ്ങൾ നോക്കുന്നുണ്ടായിരുന്നു. ദിവാകരനെ കാണുവാൻ അവളുടെ ഉള്ളം വല്ലാതെ കൊതിക്കുന്നുണ്ടായിരുന്നു. ദിവാകരൻ പാടത്തെ പണി കഴിഞ്ഞ് തോട്ടിലെ വെള്ളത്തിൽ കാലുകൾ കഴുകിക്കൊണ്ട് നിന്നപ്പോഴാണ് അവൾ അയാൾക്കരികിലേക്ക് ചെന്നത്. അയാളെ കണ്ടതും അത്ര ദിവസം അവൾ അടക്കി വെച്ച എല്ലാ സങ്കടങ്ങളും പെരുമഴ പോലെ പെയ്തിറങ്ങി. എനിക്ക് ഉണ്ണിയുടെ ഭാര്യയായി ജീവിക്കണ്ട, ദിവാകരേട്ടൻ്റെ പെണ്ണായാൽ മതി, അവൾ കണ്ണീരോടെ പറഞ്ഞു. ഇല്ല, ഇല്ലായ്മകളിലേക്ക് നിന്നെ വിളിക്കുന്നതിനേക്കാൾ തമ്പുരാൻ്റെ ഭാര്യയായി നീ കഴിയുന്നതാണ് എനിക്കിഷ്ടം. നീ സന്തോഷത്തോടെ ജീവിക്കുന്നത് കണ്ടാൽ മതി എനിക്ക്, അയാൾ പറഞ്ഞു. ഇല്ല, എനിക്കതിന് കഴിയില്ല. പട്ടിണിയാണെങ്കിലും ഞാൻ സഹിച്ചോളാം. നമ്മുടെ ചെറിയ സന്തോഷങ്ങളുമായി നമുക്ക് ജീവിച്ചാൽ മതി. അദ്ദേഹത്തിൻ്റെ ഭാര്യയാകാൻ പോകുന്ന ആൾ ഇങ്ങനെയൊന്നും എന്നോട് സംസാരിക്കരുത്. നിറഞ്ഞ കണ്ണുകൾ അവൾ കാണാതിരിക്കുവാനായി അയാൾ വേഗത്തിൽ നടന്നു നീങ്ങി. കണ്ണീരോടെ തിരിഞ്ഞു നടന്ന സീത പെട്ടെന്ന് ഉണ്ണിയെ അവിടെ കണ്ട് പകച്ചുപോയി. അദ്ദേഹം തങ്ങളുടെ സംസാരം കേട്ടിട്ടുണ്ടെന്ന് ആ മുഖം കണ്ടപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായി. തെല്ലു പേടിയോടെ അവൾ അയാളെ കടന്ന് മുന്നോട്ട് നടന്നു. അയാളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു. ഒരു റാണിയെ പോലെ താൻ കൊണ്ടു നടക്കാൻ ആഗ്രഹിച്ച പെണ്ണിന് തൻ്റെ കീഴ് ജോലിക്കാരനോട് ഇഷ്ടം ഇല്ല. ഇവളെ താൻ മറ്റാർക്കും വിട്ടുകൊടുക്കില്ല. അയാളുടെ കവിളുകൾ ദേഷ്യം കൊണ്ട് വിറച്ചു. ആ പ്രദേശത്തെ ജനങ്ങളൊക്കെ അവരുടെ വിവാഹത്തിൽ പങ്കെടുക്കാനുണ്ടായിരുന്നു. സുന്ദരിയായി അവൾ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ഉണ്ണി അവളുടെ മുഖത്തേക്ക് നോക്കി. ദുഃഖഭാരത്താൽ കുനിഞ്ഞിരിക്കുന്ന ഒരു ദേവതയുടെ മുഖമായിരുന്നു അപ്പോഴവൾക്ക്. നാദസ്വരം മേളം ഉയർന്നു. അവളുടെ കണ്ണുകൾ തുളുമ്പുന്നത് അയാൾ തിരിച്ചറിഞ്ഞു. അയാൾ ആളുകൾക്കിടയിലേക്ക് നോക്കി. ദിവാകരൻ ഏറ്റവും പിന്നിലായി നിൽപ്പുണ്ട്. അയാൾ ദിവാകരനെ അരികിലേക്ക് വിളിച്ചു. താലി അയാളുടെ കൈകളിൽ കൊടുത്തു. നിനക്കായി പിറന്നതാണിവൾ. എൻ്റെ വീട്ടിൽ ജീവിക്കുന്നതിനേക്കാൾ അവൾക്കിഷ്ടം തൻ്റെ കുടിലിൽ കഴിയുന്നതാണ്. താൻ അന്ന് അവളോട് പറഞ്ഞില്ലേ തനിക്കിഷ്ടം ഇവൾ സന്തോഷത്തോടെ ജീവിക്കുന്നതാണെന്ന്. ഇവൾക്ക് നല്ലത് വരണം എന്ന് മാത്രം ആഗ്രഹിക്കുന്ന തന്നെ പോലെ അത്ര ആഴത്തിൽ എനിക്ക് സ്നേഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ? അതുകൊണ്ട് ഇഷ്ടമുള്ളവർ ഒരുമിച്ച് ജീവിക്കൂ. അവിശ്വാസത്തോടെ സീത അയാളെ നോക്കി. അയാളുടെ മുഖം ശാന്തമായിരുന്നു. താലി ദിവാകരൻ്റെ കൈകളിൽ കൊടുത്തുകൊണ്ട് അയാൾ പുഞ്ചിരിച്ചു. നേർത്തൊരു കാറ്റ് അപ്പോഴവരെ തഴുകി തലോടി കടന്നുപോയി.